ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ന്യൂ ലൈഫ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു മൂവി കണ്ട് പകുതി എത്തുന്നത് വരെയും ഈ ഒരു മൂവിയിൽ എന്താണ് നടക്കുന്നതെന്ന് സത്യം പറയാലോ പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. കാരണം രണ്ട് കഥാപാത്രങ്ങളുടെ സ്റ്റോറി ഒരു നോൺ ലീനിയർ ആയിട്ടായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ മൂവിയുടെ പകുതിയിൽ വെച്ചിട്ട് ഈ ഒരു രണ്ട് കഥാപാത്രങ്ങളെ ചേർത്തുകൊണ്ട് ഒരു ഒന്നൊന്നര സംഭവം നമുക്ക് കാണിച്ചു തന്ന് അത് കഴിഞ്ഞിട്ട് മൂവി വേറെ ലെവലിൽ തന്നെ മുന്നോട്ട് പോകും. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഇതിലും കൂടുതൽ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ജെസിക അവൾ തല മുഴുവൻ രക്തമായിട്ട് എങ്ങോട്ടും നടന്നു പോകുന്നു. ഇപ്പോൾ ഇവൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് നടന്നു വന്നിട്ട് തന്റെ മുഖത്തെ ആ ഒരു രക്തം അതെല്ലാം ഇങ്ങനെ തുടച്ചു കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയായി അത് കഴിഞ്ഞിട്ട് ഒരു കബോർഡ് തുറന്ന് അതിനകത്ത് നിന്നും ഒരു മോതിരം എടുക്കുന്നു. അത് കണ്ട് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീടിന് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവള് പതിയെ ഇങ്ങനെ എത്തി നോക്കുമ്പോഴത്തേക്കും വീടിനകത്ത് ഒന്ന് രണ്ട് പോലീസുകാർ അകത്തേ കയറി വന്നേക്കാണ്. ഇത് കാണുമ്പോൾ അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അടുത്തുള്ള ആ ഒരു ജനാല പതിയെ തുറന്നിട്ട് അവരാരും അറിയാതെ നേരെ വീട്ടിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ജെസിക ഒരുപാട് ദൂരം നടക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരുപാട് ദൂരം നടക്കുമ്പോൾ നല്ലതുപോലെ ഇരുട്ടി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ജെസി എന്താ ചെയ്യുന്ന വെച്ചാല് കാണിക്കുമ്പോഴത്തേക്കും ഇവള് നടന്നു വരുന്ന വഴിക്ക് ഒരു കാർ ഇങ്ങനെ കിടപ്പുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ഒരു കാറിലുള്ള ആൾ കാണാതെ അവള് പെട്ടെന്ന് ആ ഒരു കാറിനകത്തേക്ക് കയറി ഒളിച്ചങ്ങ് കിടക്കാണ്. അയാളാണെങ്കിലോ ഇവള് പുറകിലുണ്ടെന്നുള്ള കാര്യം അറിയാതെ കാറും എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ എൽസ എന്ന് പറഞ്ഞൊരു പോലീസ് ഡിറ്റക്റ്റീവിനെയാണ് കാണിക്കുന്നത്. അത്യാവശ്യം പ്രായമുണ്ട്. അതുമല്ല വേറൊരു പ്രശ്നം കൂടി അവർക്കുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മറന്നു. കൂടാതെ അതിനു വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റും അവരെടുക്കുന്നുണ്ട്. പറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു പേഷ്യന്റ് പോലെ തന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീട്ടിലെ കോളിംഗ് ബെല്ല് ആരോ അടിക്കുന്നു. പെട്ടെന്ന് ചെന്ന് തുറന്നു നോക്കുമ്പോൾ ഇയാളുടെ പേര് റെയ്മണ്ട്, ഇവരുടെ സീനിയർ ഓഫീസറാണ്. അതുമല്ല ഇപ്പോൾ വരുമ്പോഴത്തേക്കും ഒരു ജോലിയായിട്ടാണ് വരുന്നത്. ഒരാള് ബോർഡർ ക്രോസ് ചെയ്യാൻ പോകുന്നു. ആ ഒരു ബോർഡർ ക്രോസ് ചെയ്യാതെ അയാളെ നമ്മൾ തടയണം. ഇപ്പൊ ഈ ഒരു ജോലി നീയാണ് ചെയ്ത് തീർക്കേണ്ടത്. ഞാൻ കോൺട്രാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം അതിന് സൈൻ ചെയ്യാൻ പറയുമ്പോൾ എൽസ ആണെങ്കിലോ ആ ഒരു പേന എടുക്കുന്ന സമയത്ത് അവളെ കൊണ്ട് ആ ഒരു പേന പോലും പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് ബോർഡർ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഇപ്പൊ തടയണമല്ലോ. ആ ഒരാളെ തടയാൻ വേണ്ടി ഇവരൊരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം അവിടെ കട്ട് ചെയ്ത് ഇവിടെ ജെസിയെ കാണിക്കുമ്പോഴത്തേക്കാണ് അവള് കിടക്കുന്ന ആ ഒരു കാറ് ഇപ്പോൾ എവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ എവിടെയാണെന്നറിയാതെ ജെസിയാണെങ്കിലും പതിയെ ആ ഒരു കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും കാർ ഓടിച്ചോണ്ട് വന്ന ആള് എന്തായാലും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവള് മുൻ ഡോർ തുറന്നിട്ട് അതിനകത്ത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് പോക്കറ്റിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് ഇപ്പൊ ഒരു കാടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും കുറച്ച് നടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇരുട്ടാൻ തുടങ്ങും. കുറെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കും ഒരു വീട് പോലെ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്തേക്ക് കയറി ആരും അറിയാതെ അവിടെ കിടന്നിങ്ങനെ ഉറങ്ങാണ്. ആ ഒരു സമയത്ത് ജെസിക ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവളെ ആരോ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് പോലെ. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇവിടെ എൽസയെ കാണിക്കുമ്പോൾ എൽസ ഇപ്പോൾ ഒരു തെരുവിലൂടെ നടന്നു പോവാണ്. അതുമല്ല പോകുന്ന വഴിക്ക് തന്നെ എവിടേക്കാണ് ക്യാമറ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവരുടെ ടീമിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരായാലും ആ ഒരു ക്യാമറ എല്ലാം പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവരൊരു കാര്യം കാണുന്നത്. ജെസ്സി ഉണ്ടല്ലോ ആ ഒരു കാറിന് പുറകിൽ കയറി ഒളിച്ചിരിക്കുന്ന ആ ഒരു കാര്യം ഇവരിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം എൽസയോട് പറയുമ്പോൾ എൽസ പറയും അങ്ങനെയാണെങ്കിൽ ആ ഒരു കാറിന്റെ ഓണർ ആരാണെന്ന് ചെക്ക് ചെയ്ത് പറയാൻ പറയുമ്പോൾ അവരായാലും ചെക്ക് ചെയ്തിട്ട് പറയാണ് ഇതേപോലെ അയാളുടെ വീട് നിന്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ പോയി ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടീം എൽസിയോട് ഇങ്ങനെ പറയുന്നു. അതേസമയം ഇവിടെ ജെസ്സിയെ കാണിക്കുമ്പോൾ ഇപ്പൊ അടുത്ത ദിവസം രാവിലെ ആയതുകൊണ്ട് തന്നെ അവള് പതിയെ ആ ഒരു വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. സത്യം പറഞ്ഞാൽ അതൊരു ഷെഡോ എന്താ കണ്ടാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് അധിക നേരം എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. അവൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാലും അവൾക്ക് വിശക്കുമല്ലോ. അതുകൊണ്ട് ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത്യാവശ്യം ആ ഒരു വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളും കഴിക്കാനായിട്ട് എടുത്തു വെച്ച് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവളുടെ പുറകില് തോക്കലായിട്ട് ഒരു അപ്പൂപ്പനിങ്ങനെ നിൽക്കുന്നു. ഹേയ് ആരാ നീ, എന്താ ഇവിടെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വിശന്നത് കൊണ്ട് കുറച്ച് ആഹാരം എടുത്തു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ അകത്തേക്ക് വാ, എന്റെ ഭാര്യ അവിടെ ഫുഡ് ഉണ്ടാക്കുകയാണ്, അത് കഴിച്ചിട്ട് പോവാം, അല്ലാതെ ഇതുപോലെ മോഷ്ടിച്ച് ആഹാരം കഴിക്കരുത് എന്നെല്ലാം പറഞ്ഞ് നല്ല മനുഷ്യനാണല്ലേ. അങ്ങനെ അയാളായാലും വീടിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജെസ്സിയേക്ക് കഴിക്കാനായിട്ട് ആഹാരം കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ഭർത്താവും ഭാര്യ ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും ജെസ്സിയോട് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇതുപോലെ ട്രാവൽ ചെയ്യാണ്, വേറെ ഒന്നുമില്ലാന്ന് പറയുന്നതും അല്ല ഏത് വശത്തേക്കാണ് നീ പോകുന്നേ, ഞാനിപ്പോ തെക്ക് വശത്തേക്കാണ് പോകുന്നത്, ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇവർ അവളുടെ കയ്യിൽ നോക്കുമ്പോൾ ഒരു റിങ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അവരപ്പൂവൻ ചോദിക്കും ഓക്കെ മോളെ നിന്നെ കാണുമ്പോൾ തന്നെ വളരെ ടയർഡായിട്ട് തോന്നുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാല് വാഷ്റൂമിലേക്ക് പോയിട്ട് നല്ലതുപോലെ മുഖമെല്ലാം വാഷ് ചെയ്ത് വൃത്തിയായിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയുന്ന കേൾക്കുന്നതും ജെസ്സിക പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് മുഖമെല്ലാം കഴുകി ബ്രഷ് എല്ലാം ചെയ്ത്
അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം എടുത്ത് ഇങ്ങനെ പുകലിലേക്ക് വെച്ചേക്കുന്നു. അങ്ങനെ ഇവരെ കാണിക്കാതെ അതെല്ലാം എടുത്ത് പുകലിൽ വെച്ച് വെളിയിലേക്ക് വരുമ്പോൾ ജെനി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി, ആ ഒരു അമ്മൂമ്മയുടെ പേരാണ് ജെനി എന്ന് പറഞ്ഞ ആ ഒരു അമ്മൂമ്മ, അല്ല മോളെ നീ ഇപ്പോൾ നടന്നാണോ പോകാൻ പോകുന്നത്? അതെ, എന്റെ ഭർത്താവ് ഫ്രാങ്ക് ഇപ്പോൾ വെളിയിലേക്ക് പോവാണ്, വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ പോയിക്കോ. ഇല്ല, എനിക്ക് വണ്ടിയിൽ പോകാൻ താല്പര്യമില്ല, നടക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ, എന്ത് നോർത്ത് വരെ നിന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പോകണോ? ഒരിക്കലും അല്ല, അടുത്ത് വരെയല്ലേ കൊണ്ടാക്കാൻ പോകുന്നേ, പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് പറഞ്ഞു വിടുമ്പോഴത്തേക്കും ഫ്രാങ്ക് അയാളോട് പറയുന്നത്, വാ മോളെ, എന്തായാലും ഞാൻ നോർത്തിലേക്കാണ് പോകുന്നത്, പോകുന്ന വഴിക്ക് നിന്നെ ഇറക്കി വിടാ എന്നും പറഞ്ഞ് കാറിൽ കയറ്റി അവളെയും കൊണ്ടിങ്ങനെ പോവാണ്. അങ്ങനെ രാത്രിയാവുന്നതും കുറെ ദൂരം വന്നിട്ട് ഈ ഒരു റോഡ് അവസാനിച്ചു, ഒരു ഡെഡ് എൻഡ്. അവിടെ കൊണ്ടുവന്ന് അവളെ ഇറക്കി വിട്ടിട്ട് ദേ ഇവിടെ റോഡ് അവസാനിച്ചു, നീ ഇവിടെ ഇറങ്ങാൻ പോയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ജെസ്സി ആണെങ്കിലും പെട്ടെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഫ്രാങ്ക് പറയും, ദേ നോക്ക്, രാത്രിയാണ്, നീ നടന്നാണ് പോകാൻ പോകുന്നത്, വളരെ സൂക്ഷിച്ചു പോകണം. പിന്നെ കാറിന്റെ പുറകിൽ ഒരു ബാഗ് ഉണ്ട്, അതിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള ഷൂവ്, ജാക്കറ്റ്, ഫുഡ് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്തോന്നും പറഞ്ഞ് ഇത്രയും സഹായം ചെയ്ത് ഫ്രാങ്ക് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കട്ട് ചെയ്ത് ഇവിടെ എൽസയെ കാണിക്കുമ്പോൾ എൽസ ആണെങ്കിലോ എക്സസൈസ് എല്ലാം ചെയ്തിട്ട് എഴുന്നേറ്റ് നടന്നു വരുമ്പോഴത്തേക്കും അവളെ കൊണ്ട് നേരെ നടക്കാൻ പോലും കഴിയുന്നില്ല. പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് നേരെ അടുത്തുള്ള ആ ഒരു ടേബിളിൽ തല വന്നിടിച്ച് താഴേക്ക് വീണ് നല്ലതുപോലെ രക്തം പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഒരു രക്തം എല്ലാം വാഷ് ചെയ്തിട്ട് ഇപ്പൊ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് വന്ന് ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, അവളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്, സാൽ എന്ന് പറഞ്ഞിട്ട്, അയാളോടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അതുപോലെ അയാളാണെങ്കിൽ എൽസയെ പോലെ തന്നെ ലാറ എന്ന് പറഞ്ഞ മറ്റൊരു പേഷ്യന്റിനെയും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഡോക്ടർ പറയും, ഓക്കെ എൽസ, ഞാനിപ്പോ സാറയായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക, കാരണം നീ ഇപ്പോഴാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളത്, ലാറയാണെങ്കിലോ സ്റ്റാർട്ടിംഗ് സ്റ്റേജെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാടായി, അതുകൊണ്ട് നീ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ലാറ നിനക്ക് പറഞ്ഞു തരും. അതുപോലെ ലാറയാണെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാം വിട്ടുവിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്, കാരണം ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ലാറ ഇപ്പൊ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലേ എൽസ, നിനക്ക് ഈ ഒരു അസുഖം വന്നിട്ട് നിന്റെ വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആർക്കും അറിയത്തില്ല എന്ന് പറയും. ഓക്കെ, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിനക്ക് വളരെ വീക്കായിട്ട് തോന്നും, എന്നിരുന്നാലും നീ അതുപോലെ ഒന്നും വിചാരിക്കരുത്, എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്ത് അതുപോലെ നടക്കണം. അല്ല, മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു അസുഖം തുടങ്ങിയതിന് ശേഷം നിനക്ക് എപ്പോഴെങ്കിലും സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതേ, തോന്നിയിട്ടുണ്ട്, 1-2 തവണ. അങ്ങനെ തോന്നുന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. ലൈഫിൽ എപ്പോഴും നമുക്ക് അക്സെപ്റ്റൻസ് അത് വളരെ പ്രധാനമാണ്. പക്ഷെ എന്തു പറയാനായിട്ട്, നമുക്ക് എന്തായാലും ഈ ഒരു അസുഖം വന്നു, അതുകൊണ്ട് ഇതെന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എൽസിയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവിടെ കട്ട് ചെയ്ത് വീണ്ടും ജെസ്സിയെ കാണിക്കുകയാണ്. അവൾ ആ ഒരു ബാഗെല്ലാം തൂക്കി ജാക്കറ്റെല്ലാം ഇട്ട് ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നു പോകുന്നു. അത് കഴിഞ്ഞ് ഒരിടത്തേക്ക് വന്നിരുന്നിട്ട് ആഹാരം എല്ലാം ഇങ്ങനെ കഴിക്കുകയാണ്. ആ ഒരു സമയത്ത് ഇവള് പഴയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ ജെസ്സിയും അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള അയനും രണ്ടുപേരും തീയെല്ലാം കൂട്ടിയിട്ട് ഒരിടത്തിരുന്ന് കാർഡ് ഇങ്ങനെ കളിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ അടുത്തേക്ക് ഒരു നായ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഈ ഒരു നായെ കാണുന്നതും ജെസ്സിയേക്ക് അത്രയും സന്തോഷം, കാരണം ഇവൾക്ക് ഈ ഒരു അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എഴുന്നേറ്റ് അതിനടുത്തേക്ക് പോകുമ്പോൾ അയൻ പറയും, ഹേയ് അങ്ങോട്ട് പോകരുത്, ഈ ഒരു നായ എവിടെ നിന്നാണ് വന്നത്, അതിനെന്തെങ്കിലും അസുഖമുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല, കൂടാതെ അതുപോലെ കടിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊരു നായല്ലേ, ഇങ്ങനെ പേടിക്കണോ എന്നും പറഞ്ഞ് ജെസ്സിക അതിന്റെ കഴുത്ത് പിടിച്ചിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് കഴുത്തിൽ ടാഗ് ഒന്നും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മിസ്സായി വന്നതാണ്. ഓക്കെ, നിനക്ക് വെള്ളം വേണോ എന്നെല്ലാം പറഞ്ഞ് അതിന് വെള്ളം ഇങ്ങനെ വെച്ചു കൊടുക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഉറങ്ങുന്ന സമയത്ത് ജെസ്സിക ആ ഒരു നായയെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൾ കണ്ണു തുറക്കുമ്പോൾ വീണ്ടും പ്രസന്റിൽ കാണിക്കാണ്. ജെസ്സിക ഒരു കാടിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അതേസമയം ഇവിടെ എൽസയെ കാണിക്കുമ്പോൾ അവളിപ്പോ ഒരു വടിയും പിടിച്ചോണ്ട് നിൽക്കുന്നു. വേറെ ഒന്നും അല്ല, അവൾക്ക് ഇപ്പോൾ നല്ലതുപോലെ നടക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ തന്നെ കാണിക്കുമ്പോഴത്തേക്കും എൽസയുടെ വീട്ടിലെ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ജെസ്സിയുടെ ഫോട്ടോ, ഹയനിന്റെ ഫോട്ടോ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നായയുടെ ഫോട്ടോ, ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോ എന്തെങ്കിലും ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നവര് ആ ഒരു ഫോട്ടോസ് എല്ലാം വെച്ചിട്ട് ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നെല്ലാം ഇങ്ങനെ നോക്കുമല്ലോ, അതുപോലെയാണ് ഇപ്പോൾ അവരുടെ ഫോട്ടോ വെച്ച് നോക്കുന്നത്. ഇപ്പോഴും ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലേ? ഓക്കെ, നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെസ്സികയെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോൾ ഒരു ബാറിലേക്ക് വരികയാണ്. അങ്ങനെ അവിടേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ബാർ നടത്തുന്ന ലേഡി, അവരുടെ പേര് മോളി എന്നാണ്. അപ്പൊ അവരോട് ജെസ്സിക പറയും, അല്ല ഇവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ, എന്ത് ജോലിയായാലും ഞാനത് ചെയ്യാം, എനിക്ക് അതിനുള്ള പണം തന്നാൽ മതി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് മോളി പറയുന്നത്, ഇപ്പൊ എന്തായാലും ഞങ്ങൾ ജോലിക്ക് ആരെയും എടുക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നീ ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് മദ്യം തരാം, അതും കുടിച്ചിട്ട് പോയിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ അവൾ അതിലും മിണ്ടാ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് മദ്യം ഒഴിച്ചിങ്ങനെ കൊടുക്കാണ്. അങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ്, അല്ല നീ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പുതിയ ജീവിതം അന്വേഷിച്ച് പോവാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് മോളി പറയുന്നത്, ഓ അങ്ങനെയാണല്ലേ, നിന്നെ കണ്ടിട്ടും കുറച്ച് പാവമായിട്ട് തോന്നുന്നുണ്ട്. ശരി, പുറകിൽ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴുകുകയായി, പിന്നീട് ഞാൻ വന്ന് നോക്കാം എന്നും പറഞ്ഞിട്ട് അവളെ പുറകിലേക്ക് പറഞ്ഞു വിടാണ്. അതേസമയം ഇവിടെ എൽസയെ കാണിക്കുമ്പോഴത്തേക്കും റെയ്മണ്ട് ഇപ്പോൾ വിളിച്ചിട്ടാണ് പറയുന്നത്, എൽസ ഇനി 5 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അതിനു മുന്നേ നീ അവളെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ ആ ഒരു ബോർഡർ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവും. അപ്പൊ എൽസ പറയും,
അതൊക്കെ എനിക്ക് കഴിയും, പക്ഷേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയത്തില്ല, എനിക്കൊരു ടീമിനെ അയക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ അയക്കാം, നീ എന്തായാലും അവളെ ആദ്യം കണ്ടുപിടിക്കുക, ആ ഒരു സമയത്ത് ഒരു ടീമിനെ ഞാൻ അവിടേക്ക് അയക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അതേസമയം ഇവിടെ ജെസിയെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ ഈ ഒരു പാത്രമെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ തുണി ഇങ്ങനെ മാറ്റി നോക്കുന്ന സമയത്താണ് അവളുടെ കയ്യിൽ അതേപോലെ തന്നെ കാലിലെല്ലാം എന്തോ അലർജി വന്നതുപോലെ ചെറിയ ചെറിയ കുരുക്കളെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് പെട്ടെന്ന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, ജെസികേനെയും അവന്റെ ബോയ് ഫ്രണ്ടിനെയും കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ബോയ് ഫ്രണ്ട് ചെന്ന് കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവന്റെ കഴുത്തിൽ അതേപോലെ തന്നെ വയറിന്റെ ഭാഗത്തെല്ലാം ഇവൾക്ക് വന്നതുപോലെ തന്നെ ആ ഒരു അലർജി ഉണ്ട്. പെട്ടെന്ന് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോഴത്തേക്കും ജെസിയുടെ പുറകെ മോളി വന്നിട്ടാണ് ചോദിക്കുന്നത്, അല്ല ഇപ്പൊ നീ ആരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാ വന്നിരിക്കുന്നത്? എന്താ അങ്ങനെ ചോദിക്കാനായിട്ട്? അല്ല നിന്റെ കയ്യിൽ റിംഗ് എല്ലാം കണ്ടു, ആരാ ബോയ് ഫ്രണ്ടാണോ അതോ ഭർത്താവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നതും ഓ അങ്ങനെയാണല്ലേ, എനിക്കും ഇതുപോലെ ഒരു ഭർത്താവുണ്ട്, എപ്പോഴും കുടിച്ചിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് എനിക്കും അവനും ഒരിക്കലും സെറ്റായില്ല, ഇപ്പൊ അവനുമായിട്ട് വേർപിരിഞ്ഞാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ ശരി, എനിക്കെന്തായാലും ടൈമായി, ഞാൻ പോവാൻ പോവാണ്. അല്ല നീ എങ്ങനെയാ പോകുന്നേ? അതുമല്ല ഇപ്പൊ രാത്രിയായി, എവിടെയാ കിടക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ അവള് പറയും അതൊന്നും കുഴപ്പമില്ല, ഞാൻ എന്റെ പുതിയ ജീവിതം തേടി പോവാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കാനൊന്നും ടൈം ഇല്ലാന്നും പറഞ്ഞ് അവള് വീണ്ടും അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അത് കട്ട് ചെയ്യുന്നതും ഇപ്പോൾ നമ്മുടെ എൽസയെ ഒരു നേഴ്സ് ഇങ്ങനെ വിളിക്കാണ്. എന്നിട്ടാണ് എൽസയോട് പറയുന്നത് ഈ ഒരു ഡിസീസ് ഉള്ള രണ്ടുപേര് ഈ ഒരു നഗരത്തിലുണ്ട്, ഒരുപക്ഷെ ജെസിക അവരെ പോയി കണ്ടിരുന്നെങ്കിലോ? ഓ അങ്ങനെയാണല്ലേ, ശരി, അങ്ങനെയാണെങ്കിൽ അവരുടെ അഡ്രസ്സ് എനിക്ക് അയച്ചതാന്നും പറഞ്ഞിട്ട് നമ്മുടെ എൽസ നേരെ അവരെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇത് ആരുടെ വീടാണെന്ന് വെച്ചാല് നമ്മുടെ ഫ്രാങ്ക്, ജെനി, ആ ഒരു അമ്മൂമ്മനെ അപ്പൂപ്പനുണ്ടല്ലോ അവരുടെ വീടാണ്. കാണിക്കുമ്പോഴത്തേക്കും എൽസ ദേഹം മുഴുവനായിട്ടും മാസ്ക് എല്ലാം ഇട്ട് ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്ത് ഈ ഒരു കൊറോണ സമയത്തെല്ലാം നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ നടക്കുന്നുണ്ടല്ലേ. അങ്ങനെ പതിയെ ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് വന്നിട്ട് ജെനി, ഫ്രാങ്ക് നിങ്ങൾ വീടിനകത്തുണ്ടോ? കുറച്ചു മുന്നേ ജെസിക എന്ന് പറഞ്ഞൊരു പെണ്ണ് നിങ്ങളുടെ ഈ ഒരു വീട്ടിലേക്ക് വന്നിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു പെണ്ണിപ്പോ ഒരു വൈറസിനെ കൊണ്ടു നടക്കാണ്, ആ ഒരു വൈറസിന്റെ പേരാണ് എബോള. അതുമല്ല കുറച്ചു മുന്നേ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഇതുപോലെ ദേഹത്ത് സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, കാരണം എബോള വൈറസ് നിങ്ങളുടെ ശരീരത്തെ പിടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കത്തുള്ളൂ. അതുമല്ല ഈ ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖമെല്ലാം വികൃതമായിട്ട് അവരൊരു സോംബിയെ പോലെ ആയിരിക്കും പെരുമാറുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എൽസയാണെങ്കിലും പതിയെ ആ റൂമിനകത്തും കിച്ചണിന്റെ ഭാഗത്തെല്ലാം ഇങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആരെയും കാണുന്നില്ല. ഓക്കെ എന്തായാലും വീടിനകത്തില്ല, അതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി നോക്കാമെന്നും പറഞ്ഞിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ഷെഡ് ഉണ്ടല്ലോ, ആ ഒരു ഷെഡ് ഇങ്ങനെ കാണുന്നു. അങ്ങനെ പതിയെ അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ജെനി എന്ന് പറഞ്ഞ ആ ഒരു അമ്മൂമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ഇങ്ങനെ വിളിക്കുന്നതും പെട്ടെന്ന് തന്നെ അവർ ചാടി എഴുന്നേറ്റ് അവരുടെ മുഖമെല്ലാം മാറി ഒരു സോംബിയെ പോലെ ആയിട്ട് അലറി വിളിച്ചിട്ട് എൽസയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഫ്രാങ്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു, അയാളും ഒരു സോംബിയായിട്ട് മാറി. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടി നമ്മുടെ എൽസയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വേറെ വഴിയില്ലാതെ രണ്ടുപേരെയും അവൾ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതേസമയം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. ഇതേപോലെ ജെസിയുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനെ കാണിക്കുമ്പോഴത്തേക്കും അവന്റെ ദേഹം മുഴുവനായിട്ടും ഈ ഒരു വൈറസ് നല്ലപോലെ ബാധിച്ച് അവൻ അനങ്ങാൻ പോലും കഴിയുന്നില്ല, അതുകൊണ്ട് അവനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാതെ പകുതിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. പെട്ടെന്ന് നമ്മുടെ എൽസ ഒരു പ്രത്യേകതരം ഡ്രസ്സ് ഇട്ടിരുന്നല്ലോ, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് 2-3 പേര് അകത്തേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരുടെയും ജെസികയുടെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ മുഖമെല്ലാം മൂടി അവരെ മറ്റൊരിടത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, സത്യത്തിൽ ജെസികയുടെ അടുത്തേക്ക് ഒരു നായ വന്നിരുന്നല്ലോ, ആ ഒരു നായയെ ഇതുപോലെ ഏതോ ഒരു ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുമായിരുന്നു, അതിന്റെ ദേഹത്താണ് ആ ഒരു വൈറസ് ഉണ്ടായിരുന്നത്. അതുപോലെ ഒരു നായ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ജെസികയാണെങ്കിലും അതിനെ പിടിച്ച് അടുത്ത് കിടത്തി ആ ഒരു രീതിയിലാണ് ജെസിയയ്ക്കും അവളുടെ ബോയ് ഫ്രണ്ടിനും ഈ ഒരു വൈറസ് ബാധിച്ചത്. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അവളുടെ ബോയ് ഫ്രണ്ടിനാണെങ്കിൽ ഈ അസുഖം പെട്ടെന്ന് തന്നെ ബാധിച്ചു, പക്ഷേ ജെസിയയ്ക്കാണെങ്കിലോ ഇതുവരെ ഒരു കുഴപ്പമില്ല, കാരണം വലിയ രീതിയിൽ അവളുടെ ശരീരത്തെ അതെന്തായാലും ബാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വൈറസിനെ ചെറുക്കാനുള്ള ആന്റിബയോട്ടിക് അത് ജെസിയുടെ ശരീരത്തിൽ തന്നെയുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ജെസിയെ ഇവരെല്ലാവരും അന്വേഷിക്കുന്നത്. അതേസമയം ആ ഒരു ഫ്ലാഷ് ബാക്കിൽ വീണ്ടും കാണിക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരു ലാബിനകത്തേക്ക് കൊണ്ടുവന്ന് അടച്ചിട്ടേക്കാണ്. ജെസിയെ ഒരുപാട് തവണ തട്ടി വിളിച്ചിട്ട് അവരോട് പറയുന്നുണ്ട് വെളിയിലേക്ക് വിടാനായിട്ട്, പക്ഷെ അവരാരും അത് കേൾക്കുന്നില്ല. അതേസമയം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജെസിക ഇതുപോലെ ഒരു വൈറസിനെ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്ത് വരുന്നെന്നുള്ള കാര്യം അവൾക്ക് പോലും അറിയത്തില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജെസ്സി ഉണ്ടായിരുന്ന ആ ഒരു റൂമിലെ ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആവാണ്. അപ്പോൾ വെളിയിൽ ഒരാൾ വന്നിട്ട് ഇതുപോലെ മറ്റുള്ളവർ പറയും ഇതേപോലെ ജെസ്സിയുടെ റൂമിലെ ആ ഒരു ലൈറ്റ് ഓഫായി, എന്തായാലും അകത്ത് കയറി നോക്കിയേ പറ്റൂ. അങ്ങനെ ഇയാളായാലും ഡോർ തുറന്ന് അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ജെസ്സിക ആ ഒരു ബൾബ് തകർത്തിട്ട് ആ ഒരു ഡോറിനടുത്തായിട്ട് തന്നെ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഇയാളെ അടിച്ച് താഴേക്കിട്ട് അവിടെ നിന്ന് ഓടി വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അയാൾ പിടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പൊട്ടിയ പീസ് ഉണ്ടല്ലോ അതെടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്, അത് കഴിഞ്ഞ് ജെസ്സിക നേരെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അപ്പോഴാണ് കാണിക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്.
ജെസിക എന്നെ എവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനായിട്ട് പറയുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് ചുവന്ന ലൈറ്റെല്ലാം കത്തിയിട്ട് അലാറം ഇപ്പോൾ അടിക്കുകയാണ്. അപ്പോഴേക്കും ജെസിക പറയും ഇല്ല എനിക്ക് വേറെ വഴിയില്ല എന്നും പറഞ്ഞിട്ട് ജെസിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. അത് കഴിഞ്ഞാണ് റെയ്മണ്ട് നമ്മുടെ എൽസയെ വിളിച്ച് ഇതുപോലെ ജെസിക അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അവളെ ഉടനെ തന്നെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ച് ഇപ്പോൾ നമ്മുടെ ജെസിയെ കാണിക്കുമ്പോൾ ജെസിക മോളി എന്ന് പറഞ്ഞ ആ ഒരു ബാർ ഓണർ ഉണ്ടല്ലോ അവരുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഡ്രസ്സെല്ലാം മാറിയിട്ട് മോളി എവിടെയാണെന്ന് ഓരോ റൂമിൽ പോയി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പക്ഷെ എവിടെയില്ല. അതേ സമയം നമുക്ക് മാത്രം ഇങ്ങനെ കാണിച്ചു തരാണ് മോളി ആ ഒരു റൂമിനകത്ത് കിടക്കുന്നു. അവൾക്കും ആ ഒരു വൈറസ് ബാധിച്ച് മരിക്കാറായിട്ടുള്ള സ്റ്റേജിൽ ഇങ്ങനെ കിടക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ എൽസയ്ക്ക് ഒരു വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുക്കാണ്. വേറെ ഒന്നുമല്ല, ജെസിക പോയ ആ ഒരു ബാറിലെ വേറെ ആരോ എന്തോ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ എടുത്തതാണ്. അതിൽ നമ്മുടെ ജെസിക അവിടെ ഉള്ളതായിട്ട് ഒരു മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ മോളി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയായിട്ട് അവൾ എന്തോ സംസാരിച്ചിട്ടുണ്ട്, അവളുമായിട്ടാണ് ഇപ്പോൾ കോൺടാക്റ്റിലുള്ളത്. അപ്പോൾ എൽസ പറയും ശരി അങ്ങനെയാണെങ്കിൽ മോളിയുടെ അഡ്രസ്സ് എനിക്ക് അയച്ചാ ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകാൻ പോകണമെന്നും പറഞ്ഞ് ആ ഒരു അഡ്രസ്സും വാങ്ങി എൽസ അവിടേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. അതേസമയം നമ്മുടെ ജെസിയെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ നടന്നു വരികയാണ്. വരുന്ന വഴിക്ക് ഒരു ഷോപ്പിനകത്ത് ഒരു പൂച്ച ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനെ കാണുന്നതും പെട്ടെന്ന് അതിന് മുന്നിലങ്ങ് നിൽക്കാണ്. അതേസമയം നമ്മുടെ എൽസയാണെങ്കിലോ മോളിയുടെ വീട്ടിലേക്ക് പോവല്ലേ. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ഷോപ്പിന് മുന്നിലായിട്ട് നമ്മുടെ ജെസികയെ അവളിങ്ങനെ കാണുന്നു. അപ്പോൾ തന്നെ അവളുടെ ടീമിനോട് വിളിച്ചു പറയും ഇതുപോലെ ജെസിക എന്റെ മുന്നിൽ തന്നെയുണ്ട്, നമ്മുടെ ടീമിനെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് അയക്കണം. അപ്പോൾ അവർ പറയും ശരി ഞങ്ങൾ ഉടനെ തന്നെ അവിടേക്ക് വരാം, അവൾ എവിടെയും പോകാനായിട്ട് അനുവദിക്കരുത്, നീ അവളെ ഫോളോ ചെയ്യാനായിട്ട് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് എൽസ കാറിലിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ജെസിയയ്ക്കാണെങ്കിൽ എന്തോ ഫീൽ ആവുന്നുണ്ട് ആരോ തന്നെ ഫോളോ ചെയ്യുന്നത് പോലെ. അതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ എൽസയെ കാണുന്നതും ഓക്കെ ഇവരായിരിക്കും തന്നെ ഫോളോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ജെസ്സി അവിടെ നിന്നും വേഗതയിൽ ഇങ്ങനെ നടക്കാണ്. അതേസമയം നമ്മുടെ എൽസ ആണെങ്കിലോ അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ എൽസയ്ക്ക് വേഗതയിൽ നടക്കാൻ കഴിയത്തില്ല. എന്നിരുന്നാലും തന്റെ ആ ഒരു വഴിയും വെച്ചിട്ട് അവളെ കൊണ്ട് ഒക്കുന്ന വേഗതയിൽ അവൾ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെസിക പേടിച്ചോടിച്ചാണ് നടക്കുന്നത്. പുറകെ നമ്മുടെ എൽസയെ കാണിക്കുമ്പോൾ നടന്നു വരുന്ന വഴിക്ക് കാല് വഴുതി വീണ്ടും താഴേക്കൊന്ന് വീഴാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ജെസിക അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജെസിക ആയാലും ഇപ്പോൾ മോളിയുടെ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് മോളി എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഞാൻ പോകാണെന്ന് പറഞ്ഞിട്ട് അവളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുന്നതും മോളി ആൾറെഡി ആ ഒരു അസുഖം ബാധിച്ച് മരിച്ചു കിടക്കാണ്. ആ ഒരു കട്ടിൽ മുഴുവനായിട്ടും രക്തം. ഇപ്പൊ മോളി പൂർണ്ണമായിട്ടും മരിച്ചോ ഇല്ലേന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്നിരുന്നാലും നമ്മുടെ ജെസിക ഒരു വീട്ടിൽ നിന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. ആ ഒരു സമയത്ത് മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ട് ജെസിക ആയാലും പതിയെ മുകളിലേക്ക് പോവാണ്. മോളി എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് മോളി ആ ഒരു സോംബി ആയിട്ട് മാറി അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ജെസിക ആണെങ്കിലോ കയ്യിൽ കിട്ടുന്നത് എല്ലാം വെച്ചിട്ട് അവളെ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവളെ നല്ലതുപോലെ തടയുന്നുണ്ട്. എന്നിരുന്നാലും കഴിയുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കും വലിയൊരു പാൻ ഉണ്ട്, അതെടുത്തിട്ട് മോളിയുടെ തലയിൽ 2-3 അടി അടിച്ചടിച്ച് മോളി അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അവളെ കൊന്നതിന് ശേഷം തലയിൽ കൈവച്ച് താഴെ കിടക്കുമ്പോഴത്തേക്കാണ് അവളുടെ മുടി കയ്യിൽ വന്നിരിക്കുന്നു. വേറെ ഒന്നുമല്ല, ആ ഒരു വൈറസ് പതിയെ ഇവളിലും എഫക്ട് ചെയ്യാൻ തുടങ്ങി. അതേസമയം ഇവിടെ എൽസ കറക്റ്റ് ആയിട്ട് മോളിയുടെ വീട്ടിലേക്ക് വന്ന് ആ ഒരു ജനാല വഴി ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും മോളി അവിടെ മരിച്ചു കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം റെയ്മണ്ടോട് വിളിച്ചു പറയാണ്, ഇതേപോലെ മോളി വീടിനകത്ത് മരിച്ചു കിടക്കാണ്. അതുമല്ല അവളുടെ തല അടിച്ചു പൊട്ടിച്ചാണ് അവളെ കൊന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു എന്തായാലും അത് ജെസിക ആയിരിക്കും. ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു ഏരിയ മുഴുവനായിട്ട് പരിശോധിക്കുക, ജെസിക അവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയുമ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവളായാലും ആ ഒരു മാസ്ക് എല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞ് കയ്യിലൊരു തോക്കുണ്ട് അതും വെച്ച് അവിടെ എല്ലാം അന്വേഷിക്കുന്ന നടക്കാണ്. അങ്ങനെ ഈ ഒരു വീട് ചുറ്റി അത് കഴിഞ്ഞ അവസാനം ഒരു റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ജെസികയുടെ മുന്നിൽ തന്നെ നിൽക്കുന്നു. എന്നിട്ടാണ് നമ്മുടെ ജെസികയോട് പറയുന്നത്, ഹേയ് ജെസിക അനങ്ങാതെ നിൽക്ക്, അനങ്ങി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഷൂട്ട് ചെയ്യും. അതുമല്ല ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നീ ചെയ്യുന്നത് എന്താണെന്നറിയോ, നീ പോലും അറിയാതെ ഒരു വൈറസ് അതെല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല നിന്റെ കൂടെ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന എല്ലാവർക്കും ഈ ഒരു വൈറസ് പെട്ടെന്ന് തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്ക് ഇപ്പോഴും ആ ഒരു അസുഖം നല്ലതുപോലെ ബാധിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ആര് പറഞ്ഞു എന്നെ അത് എഫക്ട് ചെയ്തിട്ടില്ല എന്ന്. ഇത് നോക്കുന്നു പറഞ്ഞ അവൾ പെട്ടെന്ന് തിരിയുന്നതും അവളുടെ മുഖവും നല്ലതുപോലെ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എൽസ പറയും, ഓക്കെ അതെല്ലാം ശരി തന്നെയാണ്, പക്ഷേ നിനക്ക് മാത്രം ഇത്രയും താമസിച്ചാണ് ഈ ഒരു വൈറസ് നിന്റെ ശരീരത്ത് അഫക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ശരീരത്ത് ഏതൊരു ആന്റിബയോട്ടിക് നല്ലതുപോലെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല ഈ ഒരു വൈറസ് എവിടെ നിന്നാണ് വന്നത്, ഇതെങ്ങനെയാണ് സ്പ്രെഡ് ആയി പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും. അതുകൊണ്ട് നിന്നെ വെച്ച് ഞങ്ങൾ ഇപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എന്റെ കൂടെ വരുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജെസിക ആയാലും നല്ല വേഗതയിൽ തന്നെ എൽസയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ എൽസ പറയും, ജെസിക വേണ്ട അടുത്തേക്ക് വരരുത് എന്നെല്ലാം പറയുമ്പോൾ ഇതൊന്നും കേൾക്കാതെ ജെസിക ആണെങ്കിലും അവളുടെ അടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് തോക്ക് ഉപയോഗിച്ച് അവളുടെ വയറിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ജെസികയ്ക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അവളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൾ എന്തായാലും എന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതുകൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ജെസിക അവിടെ നിന്ന് ഓടാൻ തുടങ്ങാണ്. പക്ഷെ എൽസയ്ക്കാണെങ്കിൽ ആ ഒരു വേഗതയിൽ എന്തായാലും ഓടാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ജെസിക ഓടിപ്പോകുന്നതും കറക്റ്റ് ആയിട്ട് അവളുടെ കാലിലേക്ക് എൽസ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നേരെ നടന്ന്
ജെസിയുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് പറയുന്നത്, ദേ എനിക്ക് ആവശ്യം നിന്റെ ശരീരത്തിലെ രക്തം മാത്രമാണ്, അതുപോലെ നിനക്കൊന്നും സംഭവിക്കാതെ നിന്നെ സേഫ് ആയിട്ട് ഞാൻ നോക്കിക്കോളാം, അതിന് ഞാനാണ് ഗ്യാരണ്ടി എന്ന് ഇങ്ങനെ പറയുമ്പോൾ ജെസിക പറയും, ഇല്ല ഒരിക്കലും ഞാൻ ആ ഒരു ലാബിലേക്ക് തിരിച്ചു വരത്തില്ല. ജെസിക നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക്, നിന്റെ ശരീരത്തിലുള്ള ആ ഒരു വൈറസ് എത്ര പേരുടെ ദേഹത്തേക്കാണിത് പിടിച്ചിട്ടുള്ളതെന്ന് എനിക്ക് നല്ലപോലെ അറിയത്തില്ല. അത് കൂടുന്നതിന് മുന്നേ തന്നെ നിന്നെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എന്റെ കൂടെ വരാനായിട്ട് പറയുമ്പോൾ ജെസിക പറയും, ഇല്ല എനിക്കൊരു പുതിയ ലൈഫ് വേണം, എനിക്കൊരു ലോകം മുഴുവനായിട്ട് ചുറ്റി നടക്കണം എന്നും പറഞ്ഞിട്ട് അവൾ വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ നമ്മുടെ എൽസയ്ക്ക് വേറെ വഴിയില്ല, കാരണം എത്ര പറഞ്ഞാലും അവൾ എന്തായാലും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവളുടെ തലയിലേക്ക് തന്നെ ഷൂട്ട് ചെയ്ത് ജെസികയെ അവിടെ വെച്ച് അങ്ങ് കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ എൽസയെ കാണിക്കുമ്പോഴത്തേക്കും അവൾ അവളുടെ വീട്ടിൽ നിൽക്കാണ്. ആ ഒരു സമയത്ത് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഒരു ഡോക്ടർ നമ്മുടെ എൽസയെ കാണാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ടാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്, ശരി ഇനി അങ്ങോട്ട് ഈ ഒരു അസുഖം കൂടിക്കൂടി വരുമ്പോഴത്തേക്കും നിനക്ക് സംസാരിക്കാൻ കഴിയാതെ വരും, നടക്കാൻ കഴിയാതെ വരും, എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കോൺഫിഡൻസ് അതൊരിക്കലും വിടരുത് എന്നുള്ള രീതിയിൽ ആ ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അയാളും ചുമയ്ക്കാൻ തുടങ്ങാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ എൽസയ്ക്ക് മനസ്സിലാവുന്നത്, ജെസികയെ കൊന്നതോടെ ഈ ഒരു വൈറസ് എന്തായാലും നിൽക്കാൻ പോകുന്നില്ല. അപ്പൊ ഇയാൾക്കും ആ ഒരു അസുഖത്തിന്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് പലരുടെയും ശരീരത്ത് ആ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട്, അതിനി ഒരുപാട് പേരെ ബാധിക്കാൻ പോകുന്നുണ്ട് എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ വരാം. അതുവരെയ്ക്കും ബൈ.